എല്ലാവർക്കും വിനീതമായ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികളും അതിനുശേഷം വന്ന സർവേയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ വന്നതിന് ശേഷം ഒരുവിധം അതിൻ്റെ ബഹളങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് മാധ്യമങ്ങൾ നടത്തിയ കോലാഹലങ്ങൾ അതൊക്കെ കണ്ടും കേട്ടും കുറേയൊക്കെ ബുദ്ധിയുള്ള ജനങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടാവാം. ജയിച്ച പാർട്ടി തോറ്റതായും തോറ്റ പാർട്ടി ജയിച്ചു എന്നും പറഞ്ഞ് വീരവാദം മുഴക്കുന്ന മാധ്യമ സൃഷ്ടികൾ, അതിനോടൊപ്പം ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും. ലോക്സഭയിൽ 543 അംഗ ലോക്സഭയിൽ 272 സീറ്റ് ജയിക്കാൻ വേണമെന്നിരിക്കെ 291 292 സീറ്റ് മേടിച്ച് ജയിച്ചതിനേക്കാളും കൂടുതൽ തോറ്റ പാർട്ടിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അതിനർത്ഥം ഒന്നുമല്ലാതിരുന്ന ഒരു പാർട്ടിക്ക് ജനങ്ങൾ അംഗീകാരം ചെറുതായൊന്ന് നൽകിയപ്പോൾ അതിൻ്റെ അഹങ്കാരം അവരുടെ വാക്കുകളിൽ സ്പഷ്ടമായിരുന്നു. തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെ പഴിപറഞ്ഞും സർക്കാരിനെ ആക്ഷേപിച്ചും നടന്ന ഒരു കൂട്ടുമുന്നണി ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വോട്ടിംഗ് മെഷീൻ്റെ തകരാറോ വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമോ ഒന്നും ചൂണ്ടിക്കാട്ടാതെ ആഹ്ലാദ ലോലുപരായി ഓടുന്നത് കാണാമായിരുന്നു. അപ്പോൾ എത്രയോ കള്ളക്കഥകൾ അതിനു മുൻപ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തെറ്റായ വഴിയിലേക്ക് നമ്മളെ നടത്തിക്കുവാൻ ശ്രമിച്ച ആ നീക്കം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒട്ടൊക്കെ ആശ്വാസമായി അവർ ആഘോഷിക്കുകയാണ്. പക്ഷെ ഇതിലൊന്നുമല്ല അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് 2ാം സ്ഥാനത്തിൽ വന്ന ആ കൂട്ടുമുന്നണിക്ക് അവരുടെ നേതാവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചാൽ രാജ്യത്തോടുള്ള കൂറ് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയാണ് നിന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ ലോക്സഭയിൽ വലിച്ചു കീറിക്കളഞ്ഞ ഒരു വ്യക്തി ഭരണഘടനയുടെ പുസ്തകം പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഭരണഘടനയെ എത്ര അദ്ദേഹം അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അനുസരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. പൂവിട്ട് പൂജിക്കാൻ പോലും തയ്യാറാകുന്ന ഭാരതീയൻ ആ ഭരണഘടനയെ ഒരിക്കലും പോക്കറ്റിൽ കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ടു നടക്കാറില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അതൊരു രാഷ്ട്രസ്നേഹിക്ക് ചേർന്നതല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്നതുപോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള, അതിൻ്റെ ഭരണഘടനയിൽ വിശ്വാസമുള്ള ഓരോ ഉദ്യോഗസ്ഥനെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഓരോ സർക്കാർ വിഭാഗങ്ങളും പണി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതിനും പോരാഞ്ഞ് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിലുള്ള സന്തോഷവും, അഡാനിയുടെയും അതുപോലെ തന്നെ അംബാനിയുടെയും ബിസിനസ് ലോകം റിസൾട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ താഴേക്ക് വീണു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ഭാരതത്തിൻ്റെ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ്, ഭാവി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെന്ന് ഉദ്ഘോഷിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ യുവ നേതാവ്, രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ റിസൾട്ടിലൂടെ തകർന്നു വീഴുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്ന യുവ നേതാവ്, ഇദ്ദേഹമാണ് രാഷ്ട്രത്തിനെ നയിക്കാൻ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് തോറ്റിട്ടും വീരവാദം മുഴക്കുന്ന നേതാവ്. ഇതിലൊക്കെ പുറമേ ഭാരതം ഭരിച്ച കക്ഷിക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. അത് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് വിവിധ തലങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മാറ്റിയെടുത്തിട്ടുണ്ടാവാം. ജാതി മതവിശ്വാസങ്ങളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ച് ശത്രു രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വിഭാഗം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചതും ആ പാവപ്പെട്ട ജനങ്ങൾ അതിൽ വീണിട്ടുണ്ടാവാം. പക്ഷേ ഭരിച്ച പാർട്ടി വീണ്ടും ഭരണത്തിലേറുക എന്നത് 272 സീറ്റ് അവർക്കുണ്ട്, അതിലും കൂടുതൽ 10-20 സീറ്റ് അധികമുണ്ട് എന്നിരിക്കെ ജയിച്ചത് അവരല്ല എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്ന ചിലർ ഒരുപക്ഷെ
അവർ ഇത്രയും സീറ്റിൽ വന്നതിൽ അഹങ്കരിക്കുന്നുണ്ടാവാം. അവർ എവിടെയോ കളിച്ച കളിയിൽ അവർ വിജയിച്ചു എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും തെരഞ്ഞെടുപ്പ് മെഷീനെയും ഒക്കെ കളിയാക്കിയവർ ഇത്രയും സീറ്റുകൾ വന്നപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവർ എവിടെയോ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് വോട്ട് നേടി 2ാം സ്ഥാനത്ത് വന്ന് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിൽ ആശ്വാസം കൊള്ളുന്ന ഇത്തരം ആൾക്കാർ രാഷ്ട്രം ഭരിച്ചാലുള്ള അവസ്ഥ നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ഭരണകക്ഷിയിൽപ്പെട്ട വിഭാഗത്തിലും ഒട്ടൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ നേതാവിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചവർ, അവർ ഒരു വീടുകളിൽ പോലും കയറി ഇറങ്ങാതെ ഒരു നാമത്തിൻ്റെ പേരിൽ, ഒരു പേരിൻ്റെ പേരിൽ വോട്ട് കിട്ടുമെന്ന് വിശ്വസിച്ച് പദവിന്യാസങ്ങൾ നടത്തി കസേരയിൽ കയറിയിരുന്ന് അമർന്നിരിക്കാൻ ശ്രമിക്കുന്നവർ, അവരുടെയൊക്കെ വാ അടഞ്ഞിരിക്കാം. പക്ഷേ ഇതിലൊക്കെ ഉപരി എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രത്യേകമായ രാഷ്ട്രത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയം കളിച്ച നമ്മുടെ സിനിമാ താരം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചിരിക്കുന്നു. അത് കേരളത്തിലെ പാർട്ടിയുടെ സമുന്നതമായ വിജയം തന്നെയാണ്. പക്ഷേ വിജയിച്ച് മുകളിലേക്ക് കയറുമ്പോൾ വന്ന വഴി മറക്കാതിരുന്നാൽ ഭാഗ്യം. പക്ഷേ ഇദ്ദേഹം അങ്ങനെയുള്ള മനുഷ്യനല്ല എന്ന് വ്യക്തമായതോടുകൂടി കേരള ജനത അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുകയാണ്. പക്ഷേ ബാക്കി 19 സീറ്റുകളിലും കേരളത്തിലും ബാക്കി ഓൾ ഇന്ത്യയിലും നടന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാതെ കിട്ടിയ പദവികളും സമ്പത്തും കൊണ്ട് അഹങ്കരിച്ചവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു പാഠമാകട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷം സന്തോഷിക്കുവാൻ വഴിയുണ്ട്. അവരുടെ നീണ്ട 10 വർഷത്തെ യാത്രയ്ക്കിടയിൽ അടുത്ത 5 വർഷത്തേക്കുള്ള മാൻഡേറ്റ് ജനങ്ങൾ അവർക്ക് കൊടുക്കുകയുണ്ടായി. അവരെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ഒരു ചെറിയ തടയിടുക കൂടി ചെയ്തത് അവർ മനസ്സിലുറച്ച ഏതോ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. ഇപ്പോഴും അവരുടെ ഘടകകക്ഷികളോടൊപ്പം നല്ലൊരു മികച്ച ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. പക്ഷേ ജയിച്ച പാർട്ടിയെ തോറ്റ പാർട്ടിയെ പോലെ കണക്കുകൂട്ടി അഹങ്കരിക്കുന്നവർ, അവർ വീരവാദം മുഴക്കുമ്പോൾ തോൽവി എന്ത് ജയമെന്ത് എന്ന് അറിയാതെ അവർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. 291 92 വലുത്, 231 33 വലുത് എന്നറിയാൻ വയ്യാതെ, യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ വിശ്വാസമില്ലാതെ വിലക്ക് കിട്ടിയ ഡിഗ്രികളുമായി കയറി വന്ന ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യയിലും ഏതിലാണ് വില കൂടുതൽ അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ എന്നുപോലും അറിയാതെ മാധ്യമങ്ങളിൽ കൂടി തട്ടിവിടുന്ന കാഴ്ച. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അവരുടെ യാഥാർത്ഥ്യം വിളിച്ചോതിയിരിക്കുന്നു. 400-നപ്പുറം കിട്ടുമെന്ന് പറഞ്ഞ ഒരു കക്ഷി രാഷ്ട്രീയത്തിലെ മുദ്രാവാക്യത്തിന് വേണ്ടി മാത്രം മുഴക്കിയപ്പോൾ അവർക്ക് 400 കിട്ടാത്തതിലുള്ള അഹങ്കാരം വ്യക്തമാക്കുകയായിരുന്നു. അവർ ജയിക്കാൻ വേണ്ടി പ്രയത്നിച്ചത് അവർക്ക് ജനങ്ങൾ കൊടുക്കുക തന്നെ ചെയ്തു. പക്ഷേ ഈ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെയും വോട്ടിംഗ് മെഷീനെയും പഴിചാരിയവർ ഇപ്പോൾ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് കൊണ്ട് അവർക്ക് സന്തോഷം വന്നിട്ട് അതിര് കവിയുകയാണ്. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഭൂരിപക്ഷം കൊടുത്തിട്ട് പോലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. 3-4 പ്രാവശ്യം ടേമിൽ ഭാരതത്തിൻ്റെ ലോക്സഭാ അംഗങ്ങളായിരിക്കുന്നവർ ഇന്ന് അധികമാണ്. എന്നിട്ടും അവർക്ക് അവരുടെ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കുവാൻ കഴിയുന്നില്ല, വികസനത്തിനൊപ്പം നിൽക്കുവാൻ കഴിയുന്നില്ല. കള്ളക്കഥകളും പഴഞ്ചൻ കഥകളും ചൊല്ലി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം നേതാക്കൾ അടുത്ത 5 വർഷം ലോക്സഭയുടെ തിണ്ണയിലും മഹാത്മാഗാന്ധിയുടെ മൂർത്തിയുടെ മുന്നിലും സമയം ചിലവാക്കുന്നത് കണ്ട് ജനങ്ങൾക്കിനി കണ്ണുനീരല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് ദൈവം കാണിച്ചു തന്ന, രാഷ്ട്രീയം കാണിച്ചു തന്ന, നിങ്ങളുടെ പൂർവികർ കാണിച്ചു തന്ന വഴിയിലൂടെ അല്ലാതെ പുതിയൊരു വഴിവെട്ടി മുന്നോട്ട് പോകുവാൻ അറിയില്ലെന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സകല ഘടകകക്ഷികളെയും ഒരുമിച്ച് കൂട്ടി ഒരു വ്യക്തിയെ നേരിടാൻ ഇറങ്ങുമ്പോൾ അവർ ഒരു കാര്യം ഓർക്കണമായിരുന്നു, ജയം അനിവാര്യമാണെന്ന്. പക്ഷേ അവർ എതിർത്തത് വ്യക്തിയെ മാത്രമായിരുന്നു. അതുകൊണ്ട് ആ വ്യക്തിക്ക് സ്വന്തമായി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽക്കേണ്ടി വന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം ഗ്യാരണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ പറയാൻ തയ്യാറായത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിൽ കുറ്റം ഏൽപ്പിക്കാതെ സ്വന്തം പേരിൽ ഗ്യാരണ്ടി എടുത്തപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. ഉറച്ച മനസ്സുമായി കരുത്തുറ്റ ചിന്തയുമായി അങ്ങനെയുള്ള വ്യക്തികൾ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമായ പരിവർത്തനങ്ങൾ വരുത്തുമ്പോൾ അദ്ദേഹത്തെ ജാതിയുടെ പേരിലും പാർട്ടിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അദ്ദേഹം വിശ്വസിച്ച ഒരു പാർട്ടി, അദ്ദേഹം കടന്നു വന്ന ഒരു സംഘടന, ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ഇതിനെയൊക്കെ ഇല്ലാതാക്കുവാൻ സംഘടനയ്ക്കുള്ളിൽ തന്നെ നടന്ന ചില കള്ളക്കളികൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാകാം. രാഷ്ട്രത്തിൻ്റെ പേര് പറഞ്ഞ്, രാഷ്ട്രസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു യോഗ്യതയുമില്ലാത്തവർ പല സ്ഥലങ്ങളിലും കയറിപ്പറ്റി ആൾക്കാരെ അപമാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ആ സംഘടനയുടെ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അധപ്പതനത്തിന് വഴിയാക്കുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത്. കള്ളത്തരങ്ങളും കള്ള ബിസിനസ്സും സംഘടനകളുടെ പേരിൽ നടപ്പിലാക്കി അല്ലെങ്കിൽ നടത്തി പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ചെയ്ത് വന്നവർ ഇന്ന് പലതിനും മുകളിൽ കയറിപ്പറ്റി സാധാരണ നല്ലവരായ സത്യസന്ധതയുള്ളവരെ അപമാനിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. സത്യസന്ധമായ വിവരമുള്ള വിവേകശാലികളായവരെ നിങ്ങളോടൊപ്പം ചേർക്കുക. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. കള്ള സമ്പത്തുകൾ ഒക്കെ വാരിക്കൂട്ടി ഇന്നോവയിൽ നിന്നും കാറിൽ നിന്നും ഇറങ്ങാതെ പറന്നു നടക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വിവരമുണ്ടാകണം. ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്ക് അപമാനം സഹിക്കേണ്ടി വരും. ജനാധിപത്യ കേരളത്തിൽ, ജനാധിപത്യ ഭാരതത്തിൽ അവർക്ക് ഒറ്റപ്പെടേണ്ടി വരും. ഇനിയെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത്, ഒത്തുചേർത്ത് ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒരു കർത്തവ്യം നിറവേറ്റുവാൻ കഴിയും. ഇന്ന് ഭരണപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ജനങ്ങളുടെ മാൻഡേറ്റ് അതിശക്തമാണ്. അവർക്ക് ജനങ്ങളുടെ വില എന്തെന്ന് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അവർക്ക് എവിടെയും ഇടിവ് സംഭവിച്ചിട്ടില്ല, ചതവ് സംഭവിച്ചിട്ടില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു കയറിയിരിക്കുന്നു. അരുണാചൽ പ്രദേശും സിക്കിമും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഒഡീസയുമെല്ലാം ഭരണപക്ഷത്തിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. രാജ്യസഭയിലേക്ക് അവരുടെ മെമ്പർ ഇനി കടന്നു കയറുക തന്നെ ചെയ്യും. 272-ൽ 292 മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വലിയ വിജയം തന്നെയാണ്. കണ്ടിന്യൂവായി തുടർച്ചയായി ഭരിച്ചു വരുന്ന ഒരു ഭരണവർഗത്തിന് ഇതിൽ കൂടുതൽ മാൻഡേറ്റ് കിട്ടുവാനില്ല. അതിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ സ്വന്തം പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കിനി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ അഹങ്കാരം മാറ്റിവെച്ചാൽ, നിങ്ങളുടെ അഹമ്മതി മാറ്റിവെച്ചാൽ, നിങ്ങൾക്ക് വിവേകമുദിച്ചാൽ വൈകി വന്ന വസന്തം പോലെ ഇനിയും നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. നിങ്ങളുടെ നായക സ്ഥാനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സ്വയം ഒഴിഞ്ഞു പോവുക തന്നെ വേണം. സാധാരണ പ്രവർത്തകരെ പോലെ പ്രവർത്തിച്ച് വീണ്ടും മുന്നേറുവാൻ ശ്രമിക്കുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം, അതിശക്തമായ വിജയത്തിന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ നേതാക്കളെയും, പ്രതിപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കളെയും, അതുപോലെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ജനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട്, സന്തോഷത്തിൻ്റെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ ഈ അവസാന നാളുകളിൽ പുതിയൊരു ഭരണരംഗം പടുത്തുയരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നാടിൻ്റെ ഉന്നതിക്കും നന്മയ്ക്കും വേണ്ടി അവർ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, വന്ദേ മാതരം, ജയ് ശ്രീറാം.